I got a gift for you, mame. Mame, ഒരു സർപ്രൈസ് കോഡ് വന്നിട്ടുണ്ട്. Look, there is a big surprise for you, baby. ഇങ്ങോട്ട് വന്നേ. നമ്മൾ പാലക്കാട് വന്നപ്പോ ഒരു കൂട്ടം സബ്സ്ക്രൈബേഴ്സ്. എല്ലാരും വീഡിയോസ് കാണാറുണ്ടോ? അപ്പൊ എന്തായാലും അടുത്ത വീഡിയോസ് നിങ്ങൾ എല്ലാരും ഉണ്ട്. കട്ടക്ക് കാണാൻ കട്ടക്ക് സപ്പോർട്ട് ചെയ്യാം. ഇത് കണ്ട നീ ഇവിടെ ഉച്ചക്കുണ്ടല്ലോ ഇത് പിന്നെ കത്തിയായിരുന്നു. എന്നിട്ട് നീ പെട്ടെന്ന് ഇതിന്റെ നോബയിലോട്ട് തീ പിടിച്ച് അപ്പൊ കത്തിയിട്ട് ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കായിരുന്നു. ഞാൻ വന്ന് പിന്നെ അതെല്ലാം കണ്ട ഇവിടെ മൊത്തം ഇതെല്ലാം പൊട്ടിത്തെറിയോ ഗ്യാസൊക്കെ പൊട്ടി കിടക്ക ഇവിടെ കംപ്ലീറ്റ് ആയി കിടക്കേണ്ട. എനിക്ക് ചില്ല അമ്മ എല്ലാം ചെതറി പോയല്ലോ. ഒരു സ്റ്റൗ അത്യാവശ്യമായിട്ട് വേണേ. പിന്നെ ഓടിക്കും മേടിച്ചിട്ടോ പൈസ പിന്നെ ഇത് കത്തിക്കാൻ പോയാണെങ്കിൽ ഇത് ഗ്ലാസ് ആണ് മുദ്ദേന്റെ കയ്യൊക്കെ എറിയേണ്ടത്. ഇത് പൊട്ടിയാ കഴുകാൻ സീനാണല്ലോ. ഇത് പെട്ടെന്ന് തന്നെ അച്ഛനോട് പുതിയ വാങ്ങിക്കൊള്ളാൻ പറയും. നീ ഒരെണ്ണം വൈകിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എടാ എങ്ങനെയുണ്ട് നമ്മളെ ബിഗ് ബോയുടെ ബ്ലാക്ക് അടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഓ മാൻ പൊള്ളി സാധനം. ഓ കണ്ട ഓ മാൻ എന്റെ മോനെ. ഇപ്പൊ ഞാൻ പറഞ്ഞു ചില സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ ഈ ബ്ലാക്ക് അടിച്ചിരിക്കുന്ന സാധനം ഭയങ്കര ലുക്കായിട്ട് തോന്നും. എന്നാൽ ചില സമയത്ത് എന്തോ പോലെ തോന്നും. അത് ഈ ലൈറ്റിങ്ങിന്റെ ആണോ എന്താണെന്ന് എനിക്കറിയാൻ പോലെ. ഇങ്ങോട്ട് വന്നേ. അതിന് നാച്ചുറൽ ആയിട്ട് ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു. അതായിരുന്നു ഭംഗി. ഓടിക്കണോ അടിപൊളി ലുക്കാണ്. അറിയാം ലുക്കും ഇല്ല. ആ വണ്ടിക്കൊരു അതിന്റെ എന്തുവാണ് പിന്നെ വൈറ്റ് കളർ അല്ലായിരുന്നു. സിൽവർ. അതിന്റെ അത് നാച്ചുറൽ. അതൊരു പ്രീമിയം ലുക്ക് കിട്ടും. നീ തന്നെത്താൻ കുറച്ച് ദിവസം കഴിയുമ്പോ അത് പൊളിച്ചു കളഞ്ഞോളൂ. പൊളിച്ചു കളഞ്ഞിട്ട് ഞാൻ പെയിന്റ് അടിക്കും. പെയിന്റ് ഒന്നും വേണ്ട, അതിലുള്ളത് മതി. പിന്നെ ഓടിക്കോ അതായിട്ട് എന്തിനാ നല്ല ഭംഗിയല്ലേ വണ്ടി കാണാൻ. അതായിട്ട് എന്തിനു പണി. ഞാനിപ്പോ എക്സാമ്പിൾ പറഞ്ഞുതരാം. അമ്മ ഇപ്പൊ മാല ഇങ്ങനെ പുറത്തിട്ടുണ്ട് നടക്കണുണ്ടല്ലോ, അതും മാല അകത്തിട്ടുണ്ട് നടക്കണത് രണ്ട് ലുക്ക. ഇല്ല അതിന്റെ ഈ വണ്ടിക്കുള്ള ഭംഗി അവര് ചെയ്തിട്ടുണ്ട്. അതിലെ കമ്പനിക്കാർ ചെയ്തിട്ടുണ്ട്. നീ ഇനി അതെല്ലാം ഇല്ല അടിപൊളിയാണ്. അപ്പൊ എന്തായാലും അടുത്ത ദിവസം നമുക്ക് ബ്ലാക്ക് അടിക്കാം. കുറച്ചാൾ കഴിഞ്ഞാൽ അടിക്കുന്നുള്ളൂ. ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് കളർ അല്ല ഗൈസ്, ഇതൊരു വേറെ കളറാണ്. ഇതാണ് ബ്ലാക്ക്. ഇവിടെ ഈ ഫ്രെയിമിലും എല്ലാ സ്ഥലത്തും ബ്ലാക്ക് വന്നാലും ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ഫിനിഷ് കിട്ടത്തുള്ളൂ. പിന്നെ കുറച്ചാളിന് ശേഷം നമുക്ക് ആ റൂഫും കൂടെ വേണമെങ്കിൽ ബ്ലാക്ക് അടിക്കാം. വാട്ട് ഡു യു തിങ്ക് ബേബി? ഹലോ ഗൈസ്, നമ്മളൊന്ന് താടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കലൂർ ജംഗ്ഷൻ വരെ വന്നിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ 2 ചങ്ക് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫ്രൈഡേ അല്ല സോറി ബിഗ് ബോയ് കണ്ടിട്ട് സ്പോട്ട് ചെയ്തല്ലേ? എത്ര നേരം എനിക്ക് തുടങ്ങിയിട്ട്? 10-20 മിനിറ്റ് ആയല്ലോ. ഓ അടിപൊളി. പേരെന്തുവാ? നിർമ്മൽ. വീഡിയോസ് ഒക്കെ ഇഷ്ടമാണോ? അടിപൊളി. ഓ എന്റെ വീഡിയോയിൽ എന്താണ് നിനക്ക് ഇഷ്ടപ്പെടാൻ കാരണം? പറ. കാറ് മെയിനായിട്ട് മറ്റേ ഫ്രൈഡേ. എടാ ഞാൻ പൊളിയല്ലേടാ, എന്താണ് പൊളിയാണ്. എടാ ഞാനിവിടെ കണ്ട ഇപ്പൊ ക്രോം മാറ്റി ബ്ലാക്ക് ആക്കി ഗ്രില്ല്. എങ്ങനെയുണ്ട് സാധനം? എടാ ഇതെന്തോടാ ഞാൻ പറയിച്ചു പറയണോണ്ടല്ലോടാ. അല്ലല്ല അടിപൊളിയാണ്. നമ്മുടെ നിക്കിക്ക ഫാദർ എവിടെ പോയി ബ്രോ? ഇങ്ങോട്ട് ഓടുക. ഗ്രില്ല് ഞാൻ ബ്ലാക്ക് ആക്കി. എങ്ങനെയുണ്ട് പറ? സെറ്റപ്പ് അടിപൊളിയല്ലേ? ഓ നിക്കളിയാണെന്തി? എറണാകുളത്താണ്. ഓ ഗൈസ്, അപ്പൊ നിക്കളിന്റെ ഫാദർ ആഫ്റ്റർ വെരി ലോങ് ടൈം നമ്മൾ കണ്ടിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണ്ട. തീർച്ചയായിട്ടും സഞ്ജുവിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഗൈസ് അപ്പൊ എന്തായാലും അമ്മ ഒരു സാധനം വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞാണ്. അപ്പൊ ഞാൻ വാങ്ങി തരത്തില്ലെന്നൊക്കെ ചുമ്മാ പറഞ്ഞാണ്. സർപ്രൈസ് കൊടുക്കാന്ന് ഓർത്ത് ഇവിടെ വന്നതാണ്. അപ്പൊ ചേട്ടാ എന്റെ വീട്ടിലെ ഈ സാധനം ഏതാണ്ട് കത്തിപ്പോയി പൊട്ടി ചില്ലൊക്കെ പൊട്ടി വന്ന്. അപ്പൊ അതേപോലത്തെ ഒരു നല്ലൊരു കിടിലെ ക്വാളിറ്റി സാധനം എനിക്ക് വേണം. ബട്ടർഫ്ലൈ. ഓക്കെ നല്ലതാണോ? ഓക്കെ. എത്ര രൂപ പറഞ്ഞു? അതിനെന്താ, എന്റെ ജീവിതം മൊത്തം മറ്റേ ഓപ്പൺ ബുക്കുകളൊക്കെ. അന്ന് ഓക്കെ. ചേട്ടൻ പറയുന്നില്ല, ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ഗൈസ്. നമ്മുടെ സഫാരി വിഷയം കൊണ്ട് കുറെ ആൾക്കാർ പുതിയതായിട്ട് എന്നെ അറിഞ്ഞു. അങ്ങനത്തെ ഒരാളാണ് നമ്മുടെ ചേട്ടൻ്റെ പേരെന്തുവാ? അപ്പൊ ഇനി തൊട്ട് എന്റെ വീഡിയോസ് എന്തായാലും കാണാം കേട്ടോ. എന്റെ ഇന്നത്തെ വീഡിയോക്കകത്ത് ചേട്ടൻ ഉണ്ടാവും കേട്ടോ. ഗൈസ് നമുക്ക് വീണ്ടും 2 സബ്സ്ക്രൈബർ ഗേൾസിനെ കിട്ടിയിരിക്കുകയാണ്. കുട്ടികളെ പേര് പറ. കൃഷ്ണപ്രിയ, ഏത് ക്ലാസ്സിലാണ് പഠിക്കണം? ഓ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? വീഡിയോസ് ഒക്കെ ഇഷ്ടമാണോ?
ഫാൻസാണ് ഞങ്ങൾ. ഓ ഫാൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ ചങ്കാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ലിറ്റിൽ ഫ്ലവറിലായിരുന്നു ആദ്യം പഠിച്ചത്. ഗൈസ് ഞാൻ പണ്ട് പഠിച്ച സ്കൂളിലാണ് കേട്ടോ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഫേസ് ഒന്ന് കാണിച്ചു. ഓക്കെ നല്ല സുന്ദരി കുട്ടികളാണ്. അപ്പൊ എന്തായാലും വീഡിയോസ് ഒക്കെ കട്ടൊക്കെ കാണണം. ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും കാണും. എല്ലാവരും കൂട്ടുകാരോടൊക്കെ പോയി പറഞ്ഞേക്കണം. സഞ്ജു ടെക്കിന്റെ ചാനൽ ഞാനുണ്ട്. കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ അപ്പൊ ബൈ ബൈ. സെൽഫി എടുക്കാവോ? ആടുകല്ലോ ഗൈസ്. വീണ്ടും നമുക്കൊരു സബ്സ്ക്രൈബർ സ്കൂൾ വിട്ട സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. മുത്ത പേരെന്തുവാ? ഹരിശങ്കർ. ഹരിശങ്കർ. ഓ അടിപൊളി. അപ്പൊ വീഡിയോസ് ഒക്കെ കട്ട കാണണം. വീണ്ടും ഒരു സബ്സ്ക്രൈബർ. മുത്ത പേര് പറയടാ. സൂര്യ. ഓ ലവ് യു ബ്രോ. അങ്ങനെ ഗൈസ് നമ്മളെല്ലാ സാധനവും കൂടെ സെറ്റാക്കി വെച്ചിരിക്കുവാ കേട്ടാ. ഓക്കെ ബ്രോ ലവ് യു ബ്രോസ്. അങ്ങോട്ട് പോയി കേട്ടാ. ഓക്കെ അപ്പൊ ഗൈസ് നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം റാപ്പ് ചെയ്ത് ഞാൻ ഓർത്തുമല്ല 1000-1500 രൂപ ആയിരിക്കുന്നു. 4300 രൂപ. ഓ മാൻ അത്രയൊക്കെ ആവുമല്ലോ ഈ സ്റ്റൗവിനും കാര്യങ്ങൾക്കൊക്കെ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്റ്റൗ വാങ്ങിക്കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. എന്തായാലും ഞാൻ ഇനി അവിടെ ചെന്ന് കൊടുക്കുക. അപ്പൊ അമ്മയുടെ എക്സ്പ്രഷനും റിയാക്ഷനും എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാം ഗൈസ്. I got a gift for you, mommy. Actually, it's not a fake dummy. How's that? Yo, mommy! Come on, come on! Yeah! Mommy, ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. Look, there is a big surprise for you, baby. തുറക്ക്. അങ്ങനെയല്ല ഡോർ തുറന്നെടുക്ക്. എന്താണ് മമ്മി? എന്തുവാണ്? അയ്യോ സ്റ്റൗ ആണോ? സ്റ്റവൊന്നുമല്ല പിന്നെ. ആണ് ഇതിന്റെ വീതി കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നു. സ്റ്റവല്ല മോൻ. ഓ പിന്നെ സ്റ്റൗ തന്നെയാണ്. സ്റ്റൗ ആയിരിക്കണേ. അച്ഛാ അതെ ഒരു സർപ്രൈസ് ഞാൻ രണ്ടുപേർക്കും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാണ് സർപ്രൈസ്. അച്ഛൻ എങ്ങനെ മനസ്സിലായി? അല്ലെ ഇവിടെ കത്തിയ സ്റ്റൗവിനും പുതിയ മേടിക്കൂല. ഓ മാൻ മമ്മി തന്നെയാണല്ലേ? എന്റെ പൊന്നു മറ്റേതേ പൊടിഞ്ഞിട്ട് പിന്നെയും പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഓ അടിപൊളി. ഓ എങ്ങനെയുണ്ട് അച്ഛാ? അടിപൊളിയാ. ഞാൻ ഓർത്ത് ഈ സാധനത്തിനൊക്കെ വല്ല 1500 ഉണ്ടാകത്തുള്ളൂ. എത്രയാടാ? 4300 രൂപ ഈ സാധനത്തിന്. അത് കുറവാണ്. കുറവാ? ഓട്ടിക്കണോന്ന്. അയ്യോ എന്നാലും കുഴപ്പമില്ല. ചായട്ട് വരാനുള്ളതല്ലേ. നമ്മുടെ പഴയത് മോഡൽ തന്നെ. സെയിം. അത് ഏത് കമ്പനി ആയിരുന്നു? അതേതായിരുന്നു? സിംപ്ലക്സ് ആണ്. ഓക്കെ ഇത് തന്നെയായിരുന്നു നമ്മുടെ പഴയത്. ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട്? എന്റെ സർപ്രൈസ് ഇഷ്ടപ്പെട്ടു അത് പറ. കൊള്ളാം. പിന്നെ ഇതില് വലിയൊരു സർപ്രൈസ് ഉണ്ടാ. പിന്നെ കുറെ സർപ്രൈസുകളുണ്ട്. അല്ല ഇതിപ്പോ അത്യാവശ്യമാണ്. ഇതിങ്ങനെ പോയ സമയത്ത് കിട്ടി. അല്ലെങ്കിൽ നീയൊക്കെ ചായ കുടിക്കത്തില്ല. ഇപ്പൊ എങ്ങനെ അടിപൊളിയായിട്ടല്ലേ ഇരിക്കണം. നാളെ വൈകുന്നേരം വന്ന് ഇതിന് നോക്കണം, ഫോട്ടോ എടുക്കണം. അപ്പൊ എങ്ങനെ ഉണ്ടാവും നോക്കണം. അമ്മ എന്തുപോയി പറയണത്? പറ അച്ഛൻ അമ്മയുടെ ഇത് പറയാനുള്ളതല്ലോ പറ. അതായത് ഇപ്പം അടിപൊളി സ്റ്റൗ ആണ്, കാണാൻ നല്ല ലുക്കാണ്. നാളെ വൈകുന്നേരം ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കണം. അന്നേരം കാണാൻ ഇതിന്റെ ലുക്ക് എങ്ങനെയുണ്ടാവും. കാര്യം ചായയും കല്ലിയും എല്ലാം തിളച്ചു മറിഞ്ഞ് അതിനകത്ത് കിടക്കണതാണ്. ഈ പറയണ ആളാ വന്ന് ഇതെല്ലാം റെഡിയാക്കണം. എന്റെ കുഴപ്പമില്ല. എടാ മിനിഞ്ഞാന്ന് ഈ നോബ് ശരിയാക്കിയതാണ്. ആ ശരിയാക്കിയതിന്റെ ഗുണം കൊണ്ടാ അച്ഛനാണ് റെഡിയാക്കിയത്. അവിടെ അന്നേരം തൊട്ട് കിടങ്ങിയത്. ഇന്നുവരെ ചരിത്രത്തിൽ ഇത് സ്റ്റൗ ഓണാക്കി വെച്ചിട്ട് സീരിയൽ കണ്ടിട്ടിരിക്കും. എന്നിട്ട് പിന്നെ എവിടെയെങ്കിലും പോയി നിൽക്കും. അത് കത്തി കരഞ്ഞ് പാത്രവും കത്തി താഴെ വരുമ്പോഴാണ് അറിയണത് ആ സാധനം അത് ഇതേ തീ പിടിക്കുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ സ്റ്റൗ മാറ്റി വെക്കുന്ന ചടങ്ങ് ആരംഭിക്കാൻ പോകണത് നമ്മുടെ കൂതറ കത്തിയ സ്റ്റൗ ആണ്. അത് മാറ്റാൻ പോണ്. ഡാഡി കൂൾ ഐശ്വര്യമായിട്ട് എടുത്തെന്ന് വെച്ചാൽ ഇതിന്റെ പൊക്കത്തെ കാല് ഈ ഒരു സ്റ്റവിന്റെ താഴത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് ഇപ്പോഴാണ് അമ്മയ്ക്ക് ഇവിടെ കിടന്ന് മുട്ടം കലിപ്പ്. ഇവിടെ ഈ സാധനം കാണില്ലല്ലോ. എവിടെ ലാസ്റ്റ് ആ പാവപ്പെട്ട ഏട്ടൻ കടയിൽ നിന്ന് ഇവിടെ വന്നു വെച്ചു. അത് ഞങ്ങളെ കണ്ടുപിടിച്ച് തന്നാൽ ഈ സ്റ്റവിന്റെ പുറകിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് മറിച്ച് നോക്കിയില്ല. ഈ കവറിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ കവർ അതാണ്. ഓക്കെ സോറി ഫോർ യുവർ ടൈം ബ്രോ. അങ്ങനെ ഈ സാധനം ഇപ്പൊ റെഡിയാക്കിയിട്ടുണ്ട്. സമാധാനായ ഞാൻ
എനിക്കറിയാവോ ഇത് വല്ലത് ഒന്നാമത് ഒരെണ്ണ കത്തി അപ്പൊ ഇതിന് കാലുമില്ല ഇതെന്തൊരു കഷ്ടമെന്ന് നീ മേടിച്ചിട്ട് വരുന്നതിന് ഓരോന്നിനും ഗൈസ് ആഫ്റ്റർ എ വെരി ലോങ് ടൈം നമ്മുടെ കോൺട്രാക്ടർ ബോയിനെ എഞ്ചിനീയർ ബോയിനെ കിട്ടിയിരിക്കുകയാണ്. എടാ നീ എന്നോട് ചോദിച്ച ഡൗട്ട് പറഞ്ഞു, നമ്മുടെ സബ്സ്ക്രൈബർ പിള്ളേരോട് ചോദിക്കാം. ചോദിച്ചോ. ഞാൻ ചോദിച്ചേ, ഇത് നമ്മുടെ പൂജാ റൂം അകത്ത് വരും. പൂജാ റൂമിന്റെ ഒരു വെന്റിലേഷൻ ആണ് ഇത് വന്നിരിക്കുന്നത്. ഇവിടെ ഗ്ലാസ് വർക്ക് വരും. അപ്പൊ നമ്മൾ ഗ്രില്ല് ഇതിന്റെ അകത്ത് നല്ല ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പൊ എന്തായാലും ഒരു ചില്ലിടും. അതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു കമ്പി പോലത്തെ സാധനം ഇടണം. ഒന്നെങ്കിൽ ആ ജനലിന്റെ പോലത്തെ സാധനം വെക്കും, അല്ലെങ്കിൽ വേറൊരു ഫ്രെയിം അല്ലേ? അതെ അതെ, നമ്മളിപ്പോ ഇവിടെ വെക്കാനായിട്ട് അടിക്കുന്ന ഫ്രെയിമിന്റെ പീസ് ഉണ്ട്. ഇവിടെ ഒരു ഫ്രെയിം ഉണ്ട് ഗൈസ്, അത് ജനൽ പോലെ അല്ല, വേറൊരു രീതിക്ക് പ്രത്യേകിച്ച് ഒരു സംഭവമാണ്. അവിടെ എങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുക്കണം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കണം. അതായത് അകത്തുള്ള കമ്പി അല്ലടാ. അതെ അതെ, അകത്തുള്ള ഗ്രില്ല് വർക്ക് മാത്രം. നമുക്ക് ഓൾറെഡി 3Dയിലുള്ള പോലെ തന്നെ അവിടെ ഒരു ഗ്ലാസ് വർക്ക് വരുന്നുണ്ട് ഔട്ട് സൈഡ്. അതിന്റെ ഡോറായിട്ടത് വരും. ഓക്കെ. എടാ എങ്ങനെയുണ്ട് വീടിന്റെ ലുക്ക് ഇപ്പൊ? ഇതിന്റെ ലുക്ക് അടിപൊളിയല്ലേ? ഈ ഏരിയ തന്നെ എന്റെ വീടല്ലേ? ഇത് ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, അല്ലെങ്കിലും ഇപ്പൊ നൈസായിട്ടുണ്ട് കേട്ടോ, വീട് അത്യാവശ്യം പൊളിയായിട്ടുണ്ട്. എടാ എപ്പോഴത്തേക്ക് തീരുമായിരിക്കും ഏകദേശം? ഇന്റീരിയർ എത്ര നാളാ പറഞ്ഞിരുന്നത്? അവര് 45 തൊട്ട് 60 ദിവസം വരെയാണ് പറഞ്ഞിരിക്കണം. നമ്മുടെ ഇപ്പൊ നമ്മുടെ ഏപ്രിൽ വരെയാണ് നമ്മുടെ ടൈം. അപ്പൊ കുറച്ച് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അവരുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മൾ പുട്ടി വരെ ഇട്ട് ഫിനിഷ് ചെയ്തിരിക്കും. അപ്പൊ അവരുടെ വർക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ എമൽഷൻ പെയിന്റ് വെക്കാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ അതിന്റെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് ബാക്കി 3Dയിൽ കാണുന്ന ആ ഒരു കളർ ടെക്സ്ചറൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ വർക്ക് തുടങ്ങിയതിന് ശേഷം മാത്രം. നമ്മുടെ 3Dക്കകത്ത് കാണുന്ന കളർ ഉണ്ടല്ലോ, അപ്പൊ ഒരു പുള്ളി പറഞ്ഞേ അത് നമ്മൾ ശരിക്കും അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കത്തി ഇടുവട്ടാണെന്നൊക്കെ പറയാണ്. അത് നമുക്ക് ഇവിടെ ഡെമോ കാണിച്ചിട്ടേ ഇപ്പൊ നിങ്ങളെ കൊണ്ടുവന്ന് ഡെമോ ആദ്യം ഒരു ചെറിയൊരു പീസ് അടിച്ച് കാണിച്ച് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതായത് നമുക്ക് ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താൻ നോക്കും. മനസ്സിലായോ? നമുക്കൊരു ചെറിയ പീസിൽ അടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ, കളർ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ. അപ്പൊ അത് നമുക്ക് അങ്ങനെ നോക്കിയതിന് ശേഷം ചെയ്യാം. അപ്പൊ നിങ്ങൾ പറയണം നമ്മുടെ എന്തുവാണ് അതിന് പറയണം, 3D കിട്ടിയായിരുന്നല്ലോ വീടിന്റെ, അപ്പൊ അതിനകത്ത് കാണിച്ചിരിക്കുന്ന പെയിന്റ് അതേപടി ഇവിടെ അടിച്ചിരിക്കുവാണെങ്കിൽ കൊളമാവുക, അത് ഭയങ്കര കത്തിരിക്കുക എറിച്ചിരിക്കുക, കൊള്ളത്തില്ല, അത് വേറെ മാറ്റണം എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഫർദർ ആയിട്ട് മൂവ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ സബ്സ്ക്രൈബേഴ്സ്? എന്ത് പറയാ, ഇവനൊരു പ്രൊമോഷൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തിട്ടില്ല. അല്ല എനിക്കുള്ളൊരു പ്രൊമോഷൻ. ഇവന്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗൈസ്, ഈ വീടാണ്, ഈ വീടിന്റെ വർക്ക് എത്രത്തോളം നന്നാവുന്നു അതാണ് നിന്റെ പ്രൊമോഷൻ. അപ്പൊ ഇവൻ അത് എനിക്ക് ഇപ്പോഴും ഇതേ പറയാനുള്ളു. എൻ്റെ വീടിന്റെ കംപ്ലീറ്റ് ഔട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇതേപോലെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമാണെങ്കിൽ ഉറപ്പായിട്ടും ഇവനെല്ലാവരും കോൺടാക്ട് ചെയ്യണം. അടിപൊളി വർക്കറാണ്, അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഇട്ട് തരാം. ദാറ്റ് ഈസ് ഫൈനൽ ഔട്ട്പുട്ട് വീഡിയോയിൽ. ഓക്കെ 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 ബ്രോ. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ. ബൈ.